ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് 15 നോമ്പ് ആരംഭിക്കുന്നു. ആഗസ്റ്റ് 1 മുതൽ 15 വരെ പൗരസ്ത്യ ക്രിസ്തീയ സഭകൾ 15 നോമ്പായി ആചരിക്കുന്നു. 15 നോമ്പിൽ വിശുദ്ധ കന്യാമറിയാമിൻ്റെ ജീവിതത്തെയും സമർപ്പണത്തെയും കുറിച്ച് ധ്യാനിക്കുന്നു. മാർത്തോമാ സഭയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പ്രാധാന്യമുള്ള ഒരു കാലയളവ് കൂടിയാണ് ഈ ദിവസം. സഭയുടെ നവീകരണത്തിന് നേതൃത്വം നൽകിയ കൈതയിൽ ഗീവർഗീസ് മൽപ്പാനച്ചൻ 1836 ഓഗസ്റ്റ് 1 അതായത് 15 നോമ്പ് ആരംഭിക്കുന്ന ദിവസം കൊല്ലാട് പള്ളിയിൽ മലയാളത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകി. ആ വർഷം തന്നെ 15 നോമ്പിൻ്റെ അവസാനത്തിൽ അബ്രഹാം മൽപ്പാനച്ചൻ മാരാമൺ പള്ളിയിൽ മലയാള ഭാഷയിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചു. ഇന്നത്തെ അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്നരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെകിട്ടത്തടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കാം. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രമെടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പ് വിട്ടുകൊടുക്ക. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോടുകൂടെ പോകാം. നിന്നോട് യാചിക്കുന്നവന് കൊടുക്ക. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ മനോഭാവങ്ങൾ അഥവാ ആറ്റിറ്റ്യൂഡ് ഓഫ് ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചിന്തകൾ പങ്കുവെക്കട്ടെ. യേശു കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇന്നത്തെ വേദഭാഗം. ക്രിസ്തുവിനായി ജീവിതം സമർപ്പിക്കപ്പെട്ട ഒരുവൻ്റെ മനോഭാവം എപ്രകാരമായിരിക്കണമെന്നത്രേ ഈ ഭാഗത്ത് വിവരിക്കുന്നത്. ഒന്നാമതായി, ജീസസ് ഡിസൈപ്പിൾസ് ഡസ് നോട്ട് റിറ്റാലിയേറ്റ്. ക്രിസ്തു ശിഷ്യന് പ്രതികാര മനോഭാവമരുത്. മോശയുടെ നിയമപ്രകാരം കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ളതായിരുന്നു. എന്നാൽ ക്രിസ്തു ശിഷ്യന് വ്യത്യസ്തമായ പ്രതികരണം സാധ്യമാണെന്ന് യേശു വ്യക്തമാക്കി. നീതിയെ ഔദാര്യപൂർവമായ സ്നേഹത്തിന് അടിയറ വെക്കുക. എതിരാളിയെ അനുതാപത്തിലേക്കും സ്നേഹത്തിൻ്റെ ഐക്യത്തിലേക്കും നയിക്കുന്ന നിലപാടെടുക്കുക. ഏറ്റവും അപമാനകരമായ സാഹചര്യത്തിലും പ്രതികാരത്തിന് മുതിരരുത്. രണ്ടാമതായി, ജീസസ് ഫോളോവേഴ്സ് ആർ വില്ലിംഗ് ടു ഗോ ആൻ എക്സ്ട്രാ മൈൽ. 41-ാം വാക്യം, ഒരുത്തൻ നിന്നെ ഒരു നാഴിക പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോടുകൂടെ പോവുക. ഇത് ഒരു ക്രിസ്തു ശിഷ്യന്റെ ശുശ്രൂഷ മനോഭാവത്തെ സൂചിപ്പിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയത് ചെയ്ത് തൃപ്തിപ്പെടുവാനല്ല, പരമാവധി ചെയ്യുവാനുള്ള സന്നദ്ധതയാണ് വേണ്ടുന്നത്. പരിധിയില്ലാത്ത സമർപ്പണമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ജീസസ് ഫോളോവേഴ്സ് ഗോ എബോവ് ആൻഡ് ബിയോണ്ട്. ഒരു നാഴിക യാത്ര ഒരുവൻ നിർബന്ധപൂർവ്വം ഏറ്റെടുക്കുന്നതാണെങ്കിൽ 2-ാം നാഴിക യാത്ര ഒരുവൻ സ്നേഹത്തോടെ നിർവഹിക്കുന്നതാണ്. 2-ാം നാഴിക യാത്ര മികച്ച ബന്ധങ്ങളുടെ താക്കോലാണ്. ആ അധിക നാഴിക യാത്ര ലോകം പഠിപ്പിക്കുന്നതിന് വിരുദ്ധമാണ്. ഗബ്രിയേൽ ദൂതന്റെ അരുളപ്പാടിലൂടെ ദൈവം മനുഷ്യനായി അവതരിക്കുവാൻ തന്നെ സമർപ്പിച്ച വിശുദ്ധ കന്യാമറിയാമിൻ്റെ ജീവിതം ഇതിനൊരു ഉദാഹരണമാണ്. തൻ്റെ ചാർച്ചക്കാരി എലിസബത്തിനെ സന്ദർശിക്കുവാനായി എബ്രേം മലനാട്ടിലേക്ക് മറിയ ബന്ധപ്പെട്ട് യാത്രയാകുന്നു. പിന്നീട് ഔഗസ്തൂസ് കൈസറുടെ കൽപ്പന പ്രകാരം പേർ ചാർത്തേണ്ടതിന് ബെത്ലഹേമിലേക്ക് യാത്രയാകുന്നു. ക്രിസ്തുവിനായി സമർപ്പിക്കപ്പെട്ട ജീവിതം അനുഗ്രഹീത ഭാവിയിലേക്കുള്ള വിളിയോടൊപ്പം നാം മനസ്സോടെ ഏറ്റെടുക്കേണ്ട വെല്ലുവിളികളും അതിൽ ഉൾക്കൊള്ളുന്നു. യേശുവിൻ്റെ ജനനം മുതൽ ആത്മബലിയുടെ അന്ത്യനിമിഷം വരെ മറിയ യേശുവിനെ അനുഗമിക്കുന്നതായി നാം കാണുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടെയുള്ള പ്രതികരണമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കണക്ക് നോക്കാതെ ക്രിസ്തുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും ക്രിസ്തുവിന് വേണ്ടി കഷ്ടത സഹിക്കുവാനും നമുക്ക് സാധിക്കണം. മൂന്നാമതായി, ജീസസ് ഡിസൈപ്പിൾസ് ആർ വില്ലിംഗ് ടു ഗീവ് ടു ദോസ് ഇൻ നീഡ്. ആവശ്യത്തിലിരിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ സഹായഹസ്തം നീട്ടുക. നോമ്പും ഉപവാസവും പൂർണ്ണമാകണമെങ്കിൽ ദൈവത്തോടുള്ള ബന്ധം നന്നായി കൂടുതൽ പ്രാർത്ഥിക്കുക എന്നത് മാത്രമായില്ല. ഭക്ഷണപാനീയങ്ങൾ വെടിഞ്ഞ് ജീവിതത്തിൽ ചില വർജനകളൊക്കെ ആചരിച്ച് ആത്മസംയമനത്തിൻ്റെ അനുഭവത്തിൽ എത്തിയതുകൊണ്ടുമായില്ല. നമ്മുടെ സഹോദരങ്ങളുടെ പ്രയാസത്തിലും പട്ടിണിയിലും വൈഷമ്യത്തിലും രോഗത്തിലുമൊക്കെ കഴിയുന്നവരെക്കുറിച്ചുള്ള ഒരു കരുതൽ, ക്രിസ്തുവിൻ്റെ സ്നേഹം നിർബന്ധിക്കുന്ന വിധത്തിൽ ഹീ ഈസ് മൈ ബ്രദർ, എൻ്റെ സഹോദരനാവുന്നു എന്നുള്ള ബോധത്തിൽ നിന്ന് അവരിലേക്ക് നാം സഹായത്തിൻ്റെ കരം നീട്ടുവാൻ സന്നദ്ധമാകണം. ഇത് പേരിനും പെരുമയ്ക്കും വേണ്ടി ചെയ്യുന്നതല്ല. അത് മറ്റുള്ളവരുടെ പണം പത്രത്തിൽ വരുന്നതിന് വേണ്ടി ചെയ്യുന്ന സഹായത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. കർത്താവ് പറയുന്നത്, നിന്റെ വലം കൈകൊണ്ട് ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത് എന്നാണ്. ആ ഒരു വിധത്തിൽ പരസ്യത്തിനും പ്രചാരണത്തിനുമായി മറ്റുള്ളവരുടെ അഭിനന്ദനത്തിനുമായിട്ടല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് സ്നേഹത്തിൽ നിന്ന്, മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതലിൽ നിന്ന്, അവരെക്കുറിച്ചുള്ള ഉത്കണ്ഠ ഹൃദയത്തിൽ നിറഞ്ഞ് അതിൻ്റെ ഫലമായി ചെയ്യുന്ന ഒന്നായിട്ടാണ് അത് പരിണമിക്കേണ്ടത്. അപ്രകാരം മറ്റുള്ളവരിലേക്ക് സഹായത്തിൻ്റെ കരം നീട്ടി സ്നേഹത്തിൻ്റെതായിട്ടുള്ള ബന്ധം ദൃഢപ്പെടുത്തിക്കൊണ്ട് നാം മുന്നേറുമ്പോൾ
നമ്മുടെ നോമ്പും പ്രാർത്ഥനകളും അർത്ഥവത്തായിത്തീരുന്നു. അപ്രകാരമുള്ളൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വഗസ്ഥ പിതാവേ, ഈ 15 നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ഈ ദിനത്തിൽ ഈ ദൈവജനത്തിന് മുൻപിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. മറ്റുള്ളവരോട് പ്രതിപകരം ചെയ്യാതെ ശുശ്രൂഷയിൽ 2 നാഴിക അധികം പോകുവാൻ, ആവശ്യത്തിലിരിക്കുന്ന സമശിഷ്ടങ്ങൾക്ക് കരുതലിൻ്റെ ഹസ്തം നീട്ടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.